ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു വിധൂസ് വെറൈറ്റി. വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് തന്നെ നമുക്ക് 5 മിനിറ്റിനുള്ളിൽ ഒരു ഫേസ് പാക്ക് തയ്യാറാക്കാം. ഇതിനായി വെറും 5 മിനിറ്റ് മതി. ഒരു ഉരുളക്കിഴങ്ങാണ് നമുക്കിതിന് ആവശ്യം, പിന്നെ തേൻ ആവശ്യമുണ്ട്, മഞ്ഞൾ ആവശ്യമുണ്ട്. അപ്പം ഞാൻ ഇതിനായിട്ട് ഉരുളക്കിഴങ്ങിൻ്റെ പകുതി മതി നമുക്ക്. അപ്പോൾ ഇതിനെ അരയാനായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നമുക്കിത് പൊള്ളിട്ടിട്ട് നമുക്ക് ചെറിയ കഷ്ണങ്ങളാക്കി, തൊലിയെല്ലാം കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് നമുക്കിത് മിക്സിയിലിട്ട് അരച്ചെടുക്കാവുന്നതാണ്. അപ്പം ഞാൻ അതുപോലെ തന്നെ ഇത് മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇത് നിങ്ങളും അതുപോലെ തന്നെ ഇത് പകുതിയിട്ട് അരയ്ക്കാൻ പറ്റുകയാണെങ്കിൽ അങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഫുള്ള് ഒരു കിഴങ്ങ് തന്നെ ഇട്ട് അരച്ചെടുക്കുക. ഞാനിത് അരച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ ഈ പരുവത്തിൽ അരച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പം ഞാനിപ്പോൾ കുറേ നേരം കഴിഞ്ഞിട്ടാണ് ഇത് അരച്ച് വെച്ചത്. 2 രീതിയിലും അരച്ചതും പിഴിഞ്ഞതും ഒക്കെ കുറച്ച് ടൈം കഴിഞ്ഞിട്ടായിരുന്നു ആദ്യം തൊലിയെല്ലാം കളഞ്ഞ് വെച്ചത്. കുറേ നേരം കഴിഞ്ഞാണിത് പിഴിഞ്ഞെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കിഴങ്ങിൻ്റെ ജ്യൂസ് അല്ലെങ്കിൽ നീര് ഒരു വേറൊരു കളറായിരുന്നു. അപ്പോൾ നിങ്ങളൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ട് തന്നെ ചെയ്യാൻ നോക്കുക. ഇപ്പം കളറ് മാറിയെന്നും പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. ഇതിപ്പോൾ ഗുണമൊന്നും പോകാൻ പോണില്ല. കളറ് മാറിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ജസ്റ്റ് അങ്ങനെ കണ്ടോ, കളർ കണ്ടോ, ഒരു ഹണിയുടെ പോലത്തെ ഒരു കളറൊക്കെയാണ്. ഹണി ചേർക്കുന്നതിന് മുമ്പ് തന്നെ ഹണിയുടെ കളറായതുപോലെ ഉണ്ടല്ലേ. അപ്പം ഇതിലേക്ക് ഞാനിപ്പം ഒരു സ്പൂൺ ഹണിയാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിങ്ങനെ ഡാബറിൻ്റെ ഹണിയൊക്കെ നല്ലതാണ്. അങ്ങനത്തെ ഏതെങ്കിലും ഹണി വാങ്ങിച്ചിട്ട് യൂസ് ചെയ്യുക. ഹണി ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് നല്ല ഗ്ലോ കിട്ടാൻ ഉപകാരമാണ്. ഈ മോയ്സ്ചറൈസ് ആകാനും നല്ലതാണ്. അപ്പോൾ ഹണി മസ്റ്റായിട്ട് ചേർന്നകത്ത് ആഡ് ചെയ്യണം. അത് നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ഇനി അടുത്തതായിട്ട് നമുക്കൊരു മഞ്ഞൾ ആവശ്യമുണ്ട്. അത് ഒരു 1/2 ടീസ്പൂണാണ് നമ്മളിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം ഞാനിതിലേക്ക് 1/2 ടീസ്പൂൺ കസ്തൂരി മഞ്ഞളാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പം പച്ചമഞ്ഞളൊന്നും വേണ്ട, കസ്തൂരി മഞ്ഞളാണ് നല്ലത്. വീട്ടിലെ മഞ്ഞളൊന്നും എടുക്കണ്ട. കസ്തൂരി മഞ്ഞളാണ് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കേണ്ടത്. കസ്തൂരി മഞ്ഞൾ തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെ ഈ ചെറിയ കട്ടയൊക്കെ മാറ്റുന്ന രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുക്കുക. നല്ല രീതിയിൽ ബീറ്റ് ചെയ്ത് കൊടുക്കുക. ഞാനെൻ്റെ ഇവിടെ നന്നായിട്ട് ഇത് ബ്ലെൻഡ് ആയിട്ടുണ്ട്. ഞാനിതിൻ്റെ കയ്യിലാണ് തേച്ച് കൊടുക്കുന്നത്. നിങ്ങളുടെ മുഖം വാഷ് ചെയ്തിട്ട് മുഖത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നല്ല രീതിയിൽ മസാജൊക്കെ ചെയ്ത് കൊടുക്കുക. താഴത്തും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എന്തെങ്കിലും അലർജി ഉള്ളവർ കയ്യിലൊക്കെ ഒന്ന് തേച്ച് ചെയ്തിട്ട് കൊടുത്തിട്ട് മാത്രം നിങ്ങൾ മുഖത്ത് അപ്ലൈ ചെയ്യുക. അപ്പം നല്ല രീതിയിൽ താഴത്തുമൊക്കെ മസാജ് കൊടുത്ത്, ചെറിയ മസാജ് കൊടുത്ത്, റൊട്ടേറ്റ് മസാജൊക്കെ മുഖത്തൊക്കെ കൊടുത്തിട്ട് നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഏകദേശം ഒരു 5 മിനിറ്റൊക്കെ വെച്ച് കഴിയുമ്പോൾ തന്നെ വലിഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്കിത് വാഷ് ചെയ്യാം. എൻ്റെത് വലിഞ്ഞിട്ടുണ്ട്. ഞാനത് തണുത്ത വെള്ളത്തിൽ മുക്കിയ ഒരു ക്ലോത്ത് കൊണ്ടാണ് തുടയ്ക്കുന്നത്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് വ്യത്യാസം അറിയാൻ പറ്റും. കാണുന്നുണ്ടോ, കണ്ടോ, നല്ല മോയ്സ്ചറൈസ് ആയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ നിങ്ങൾ ആഴ്ചയിൽ 2 പ്രാവശ്യമൊക്കെ ചെയ്ത് നോക്കുക. അപ്പം നിങ്ങൾക്കിത് ഇൻഫർമേറ്റീവ് വീഡിയോ ആണെന്നുണ്ടെങ്കിലും ഇതിൻ്റെ പ്രയോജനം കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളത് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ എന്തെങ്കിലുമൊക്കെ കമൻറ്റും കൂടി ചെയ്യണം കേട്ടോ, ലൈക്ക് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾ മസ്റ്റായിട്ട് ചെയ്ത് നോക്കുക. പിന്നെ പുതിയൊരു വീഡിയോയുമായിട്ട് കാണുന്നവരെ നന്ദി, നമസ്കാരം.